5000 വർഷം പഴക്കമുള്ള കുരുക്ഷേത്ര എന്ന നഗരിയിലേക്കുള്ള എൻ്റെ യാത്ര പഞ്ച്കുലയിൽ നിന്നാണ് തുടങ്ങിയത്. ഹരിയാന റോഡ്വേസിൻ്റെ ബസ്സിലുള്ള എൻ്റെ യാത്ര അതീവ ഹൃദ്യമായിരുന്നു. മനോഹരമായ റോഡുകൾ, പാർക്കുകൾ ഇവ കടന്ന് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ഏതൊരു വിദേശ രാജ്യത്തിനോടും കിടപിടിക്കുന്ന രീതിയിലുള്ള മനോഹരമായ ഭവനങ്ങൾ കടന്ന് ഞങ്ങൾ അംബാല എന്ന നഗരത്തിലേക്ക് എത്തിച്ചേർന്നു. ഹരിയാന സംസ്ഥാനത്തിൻ്റെ പ്രധാന നഗരങ്ങളിലൊന്നാണ് അംബാല. ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളിലേക്ക് തുണിത്തരങ്ങൾ കയറ്റി അയക്കുന്ന ഒരു പ്രധാന കേന്ദ്രം കൂടിയാണിത്. അതോടൊപ്പം തന്നെ ഇന്ത്യൻ ആർമി, ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ തന്ത്രപ്രധാനമായ പല മേഖലകളും ഈ നഗരത്തിനോട് ചേർന്ന് കിടക്കുന്നു. എൻ്റെ സഹയാത്രികനായിരുന്ന ഒരു അപരിചിതനോട് ഞാൻ അംബാലയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അന്വേഷിച്ചു. അദ്ദേഹം പറഞ്ഞത് പ്രകാരം ഇന്ത്യയിലെ ആദ്യത്തെ സ്വാതന്ത്ര്യ സമരം ആരംഭിച്ചത് അംബാലയിലാണെന്ന് അദ്ദേഹം നമ്മളെ ഓർമ്മിപ്പിച്ചു. അതിൻ്റെ ഒരു സ്മാരകമാണ് ഇപ്പോൾ നിങ്ങൾ ചിത്രത്തിൽ കാണുന്നത്. താമരമൊട്ടിൻ്റെ ആകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു കെട്ടിടം. സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴേക്കും ബസ് പിപ്രി എന്ന ബസ് സ്റ്റാൻഡിലേക്ക് എത്തിച്ചേർന്നു. ഇവിടെ നിന്നും ഏകദേശം 10 കിലോമീറ്റർ ദൂരമുണ്ട് കുരുക്ഷേത്ര എന്ന നഗരത്തിലേക്ക്. ഞാൻ അവിടെ ബസ് ഇറങ്ങി മുന്നോട്ട് നടന്നു. ഫ്ലൈ ഓവറിൻ്റെ വശങ്ങളുള്ള ഭിത്തികളിൽ മഹാഭാരത കഥകൾ ആലേഖനം ചെയ്തിരിക്കുന്നത് അതീവ ഹൃദ്യമായി തോന്നി. വളരെ ശുചിത്വമുള്ള ഒരു നഗരമായി പിപ്രി അനുഭവപ്പെട്ടു. കുറെ മുന്നോട്ട് നടന്നു കഴിഞ്ഞപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ ഇടയിലൂടെയുള്ള ഒരു വഴി ദൃശ്യമായി. ഞാൻ മുന്നിലേക്ക് നടന്നു. അങ്ങകലെയായി കാണാം കുരുക്ഷേത്ര നഗരത്തിലേക്കുള്ള പ്രധാന കവാടം. എൻ്റെ ആദ്യ ലക്ഷ്യം ബ്രഹ്മസരോവർ തടാകത്തിലേക്കുള്ള യാത്രയാണ്. ഞാൻ അത് ലക്ഷ്യമായി നടന്നു. പൗരാണിക നഗരത്തിലെത്തിയ പ്രതീതിയാണ് എങ്ങോട്ട് തിരിഞ്ഞാലും. കുറെ മുന്നോട്ട് നടന്നപ്പോൾ വഴികൾ ഇരുവഴിയായി തിരിയുന്ന ഒരു കവലയിലേക്ക് എത്തിച്ചേർന്നു. ആ കവലയുടെ ഒത്ത മധ്യത്തിലായി ചക്രധാരിയായ കൃഷ്ണൻ നിൽക്കുന്ന അതിമനോഹരമായ കാഴ്ച മനസ്സിനെ ആകർഷിച്ചു. ഞാൻ ഇടതുവശം ചേർന്ന് മുന്നോട്ട് നടന്നു. പരമ്പരാഗത ഇന്ത്യൻ വസ്ത്രധാരിയായ ഒരാൾ എൻ്റെ മുന്നിലൂടെ നടന്നു പോകുന്നുണ്ടായിരുന്നു. ഞാൻ നേരെ എത്തിച്ചേർന്നത് അതിബൃഹത്തായ ഒരു കെട്ടിടത്തിൻ്റെ മുന്നിലേക്കാണ്. ഏതോ പൗരാണിക ലോകത്ത് എത്തിയ ഒരു അനുഭൂതി എനിക്ക് അവിടെ ഉണ്ടായി. ഞാൻ മുന്നിലേക്ക് നടന്നു. ഡേര ശ്രാവൺജി ബാബയുടെ ആശ്രമമാണിത്. എനിക്ക് വഴിതെറ്റിയതാണ്. വലതുവശത്തോട് പോകേണ്ടതിന് പകരം ഞാൻ ഇടതുവശം തിരഞ്ഞെടുത്തുകൊണ്ട് എത്തിച്ചേർന്ന ഇടമാണിത്. അവിടെ ഉണ്ടായിരുന്ന കാവൽക്കാരനോട് ശരിക്കുള്ള വഴി ചോദിച്ച് ഞാൻ പിന്നോട്ട് നടന്നു. അദ്ദേഹം പറഞ്ഞ ഇടവഴികൾ കടന്ന് ഞാൻ എത്തിച്ചേർന്നത് വിശാലമായ ഒരു റോഡ് അരികിലേക്കാണ്. നേരെ മുന്നിലായി കാണുന്നതാണ് ബ്രഹ്മസരോവർ തടാകത്തിലെ പ്രധാന കവാടം. ഞാൻ അത് ലക്ഷ്യമായി നടന്നു. അതിനോടനുബന്ധമായി ഒരു ചെറിയ മാർക്കറ്റ് കാണാം. ഗേറ്റ് അടഞ്ഞു കിടക്കുകയാണ്. ഞാൻ പതുക്കെ ഇടവഴിയിലൂടെ അകത്തേക്ക് കടന്നു. പ്രധാന കവാടം കടന്ന് അങ്ങ് അകലെയായി കാണുന്നത് ഒരു ശിവക്ഷേത്രമാണ്. ഞാൻ അത് ലക്ഷ്യമായി മുന്നോട്ട് നടന്നു. ബ്രഹ്മസരോവരം ഒരു ബൃഹത്തായ തടാകമാണ്. തടാകത്തിൻ്റെ മധ്യത്താണ് ശിവക്ഷേത്രം. സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് തൻ്റെ ആദ്യ യജ്ഞം നടത്തിയ സ്ഥലം ആയതിനാലാണ് ഇതിനെ ബ്രഹ്മസരോവർ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കുരുവംശത്തിലെ കുരു രാജാവ് ഇതിനെ പുനർനിർമ്മാണം ചെയ്തു എന്നും വിശ്വസിക്കപ്പെടുന്നു. കുരുവിൻ്റെ ഭരണപ്രദേശം എന്ന അർത്ഥത്തിൽ കുരുക്ഷേത്ര എന്നും ഇതറിയപ്പെടുന്നു. ഈ സരോവരത്തിന് മുന്നിലായി കുറേയേറെ ഘാട്ടുകൾ കാണാനായി. പിതൃകർമ്മങ്ങൾക്ക് പ്രശസ്തമാണ് ഈ ഇടം. ഹിന്ദു ധർമ്മത്തിലും സിഖ് ധർമ്മത്തിലും വിശ്വസിക്കുന്ന ആളുകൾ പിതൃകർമ്മങ്ങൾക്ക് ഇവിടെ എത്താറുണ്ട്.
ക്ഷേത്രദർശനം കഴിഞ്ഞ് ഞാൻ പുറത്തേക്ക് ഇറങ്ങി. അതിനോട് അനുബന്ധമായ ഒരു പാലം കടന്ന് മുന്നോട്ട് നടന്നു. വിശാലമായ അതിസുന്ദരമായി അലങ്കരിച്ചിരിക്കുന്ന ഒരു പാലം. അത് കടന്ന് ഞാൻ മുന്നിലേക്ക് നടന്നു. എൻ്റെ പിന്നിലായി ഞാൻ സന്ദർശിച്ച ക്ഷേത്രം കാണാറായി. വിദൂര ദൃശ്യം അതീവ ഹൃദ്യമായിരുന്നു. തടാകത്തിൻ്റെ മറുകരയിലുള്ള ദേവീക്ഷേത്രത്തിലേക്കാണ് ഇനി എൻ്റെ യാത്ര. ഞാൻ അത് ലക്ഷ്യമായി മുന്നോട്ട് നടന്നു. ഇപ്പോൾ ചിത്രത്തിൽ കാണുന്നത് ഗംഗാ ആരതി പോലെ കുരുക്ഷേത്ര ആരതിക്ക് വേണ്ടി തയ്യാറാക്കിയിരിക്കുന്ന പ്ലാറ്റ്ഫോമാണ്. വൈകുന്നേരം 6 മണി മുതൽ ആരതി തുടങ്ങും. ആ ശിവഭഗവാന്റെ ദർശനം നടത്തിക്കൊണ്ടാണ് ഈ ആരതിക്ക് തുടക്കം കുറിക്കുന്നത്. ദേവി മഹാമായയുടെ ക്ഷേത്രവും ഇതിനോടനുബന്ധമായുണ്ട്. ഞാൻ അത് ലക്ഷ്യമായി മുന്നോട്ട് നടന്നു. ഉത്തരേന്ത്യയിൽ രാഖി ഉത്സവം ആഘോഷിക്കുന്നതുകൊണ്ടാകാം ക്ഷേത്രത്തിന് ഉൾവശം വിജനമായിരുന്നു. മറ്റുള്ളവരിൽ നിന്നും അറിഞ്ഞത് സാധാരണയിൽ നിന്നും വളരെ കുറഞ്ഞ തിരക്കാണ് ഇന്നിവിടെ അനുഭവപ്പെടുന്നതെന്നാണ്. ക്ഷേത്ര ദർശനം പൂർത്തിയാക്കിയ ഞാൻ നേരെ മണ്ഡപത്തിലേക്ക് കടന്നു ചെന്നു. ബ്രഹ്മസരോവരത്തിൻ്റെ ഒരു വിഹഗ വീക്ഷണം നടത്തുക എന്നതാണ് എൻ്റെ ലക്ഷ്യം. അതിമനോഹരമായ കാഴ്ചകളാണ്. എങ്ങോട്ട് തിരിഞ്ഞാലും വിജനമായിരിക്കുന്നു പ്രദേശമെല്ലാം. പുതുതായി വരുന്ന ഒരു ക്ഷേത്രത്തിൻ്റെ ദൃശ്യമാണ് അങ്ങകലെയായി കാണുന്നത്. ചുറ്റും നോക്കിയപ്പോൾ മരങ്ങൾക്കിടയിലൂടെ അതിമനോഹരമായ ഒരു ദൃശ്യം കണ്ടു. കൃഷ്ണനും അർജുനനും കുതിരകളും. ഞാൻ ആകാംക്ഷയോടുകൂടി അങ്ങോട്ട് യാത്ര തിരിച്ചു. ആരതി മണ്ഡപത്തിൻ്റെ തൊട്ടു മുന്നിലുള്ള ഗാർഡനിൻ്റെ അരികിലാണ് ഈ ബൃഹത്തായ നിർമ്മിതി. ഏകദേശം 35 ടണ്ണിൽ തീർത്ത ഒരു വെങ്കല പ്രതിമയാണിത്. ഗീതോപദേശം നൽകുന്ന കൃഷ്ണനും അത് സ്വീകരിക്കുന്ന അർജുനനും 4 കുതിരകളും അടങ്ങിയതാണ് ഈ നിർമ്മിതി. അതിസുന്ദരമായ മനോഹരമായ ദൃശ്യങ്ങളാണ് എങ്ങോട്ട് തിരിഞ്ഞാലും. സന്ദർശകർ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് കാണാനിടയായി. ഞാൻ ആ വെങ്കല പ്രതിമയുടെ അരികിലൂടെ നടക്കാൻ തീരുമാനിച്ചു. യുദ്ധത്തിൽ മുന്നിൽ നിൽക്കുന്ന ഗുരുജനങ്ങളെയും ഉറ്റവരെയും കണ്ട അർജുനൻ തൻ്റെ വില്ലുകൾ അമ്പും താഴെ വെച്ച് ഹതാശനായി ഇരിക്കുന്ന ആ രംഗം ഓർമ്മയിലേക്ക് വന്നു. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞില്ലേ, യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ തദാത്മാനം സൃജാമ്യഹം. എപ്പോഴൊക്കെ ധർമ്മത്തിന് അപജയം സംഭവിക്കുമ്പോൾ ഞാൻ വീണ്ടും പുനരവതരിക്കും എന്ന കൃഷ്ണന്റെ ആ വാക്യം ഓർത്തുകൊണ്ട് ഞാൻ മുന്നോട്ട് നടന്നു. കുറെ മുന്നോട്ട് പോയപ്പോൾ ഒരു ഇടവഴി ദൃശ്യമായി. അങ്ങകലെയായി ഒരു ചെറിയ കെട്ടിടം കണ്ടു. അതും ഒരു ക്ഷേത്രമാണെന്ന് തോന്നുന്നു. ഞാൻ അത് ലക്ഷ്യമായി മുന്നോട്ട് നടന്നു. വിശാലമായ ഒരു ആൽമരത്തിൻ്റെ താഴെ കൂടെ ഞാൻ പതുക്കെ നടന്ന് ആ കെട്ടിടത്തിലേക്ക് എത്തി. പെട്ടെന്ന് ശ്രദ്ധയാകർഷിക്കുന്ന പ്രത്യേകതയൊന്നുമില്ലെങ്കിലും ഞാൻ വെറുതെ അത് ലക്ഷ്യമായി നടന്നു. ഞാൻ ആ കെട്ടിടം കടന്ന് മുന്നോട്ട് വിശാലമായ മൈതാനത്തേക്ക് നടന്നു. അപ്പോൾ ഒരു വിചിത്രമായ കാഴ്ച കണ്ടു. ഞാൻ അങ്ങോട്ട് ശ്രദ്ധിച്ചു. കുറെ ആളുകൾ എന്തിലേക്കോ നോക്കി നിൽക്കുന്ന കാഴ്ച. ആകാംക്ഷയേറി ഞാൻ അവിടേക്ക് നടന്നു. അത് ഒരു ക്ഷേത്രമാണ്. ശ്യാം ദർബാർ എന്നെഴുതിയിരിക്കുന്നു ഹിന്ദിയിൽ. ശ്യാം അധികം നമുക്ക് കേട്ടുപരിചയമില്ലാത്ത പേരാണെങ്കിലും നമ്മൾ കൃഷ്ണനെ കുറിച്ചാണ് ശ്യാം എന്ന് പറയുന്നത്. പക്ഷേ ഇത് ബാർബരീക്കിൻ്റെ അവതാരമായ ശ്യാം ബാബയെ കുറിച്ചാണ്. ശ്യാം ബാബയുടെ ക്ഷേത്രമാണിത്. അർജുനനേക്കാളും കർണനേക്കാളും ശ്രേഷ്ഠനായ ധനുർധാരിയായിരുന്നു ബാർബരീക്ക്. യുദ്ധത്തിൽ നിന്നും ബാർബരീക്ക് പിന്മാറാൻ വേണ്ടി കൃഷ്ണ ഭഗവാൻ ബാർബരീക്കിന്റെ ശിരസ് ദാനമായി അപേക്ഷിച്ചു. ബാർബരീക്ക് ഒരു മടിയും കൂടാതെ ശിരസ് അറുത്ത് കൃഷ്ണന്റെ കാൽക്കൽ വെച്ചു. ബാർബരീക്കിന്റെ നിഷ്ഠയിൽ പ്രസന്നനായ ഭഗവാൻ കൃഷ്ണൻ അദ്ദേഹത്തിന് അമരത്വം നൽകിയെന്നാണ് വിശ്വാസം. ഞാൻ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നു. ദർശനം നടത്തി തിരിഞ്ഞ് മടങ്ങുമ്പോഴാണ് ഭിത്തിയിലൊരു വാക്യം എഴുതിയിരിക്കുന്നത് കണ്ടത്. ദ്രൗപദി കൂപ് കാ രാസ്ത. ദ്രൗപദി കിണറിലേക്കുള്ള വഴി
എന്ന് എഴുതിയിരിക്കുന്നത് കാണാനിടയായി. ഞാൻ പതിയെ ആ വഴിയിലൂടെ താഴേക്കിറങ്ങി. ദ്രൗപദി കുളിച്ച കിണറാണ് ഈ താഴെയുള്ളത് എന്നാണ് വിശ്വാസം. അത് കാണാൻ വേണ്ടിയാണ് ആളുകൾ താഴേക്ക് എത്തി നോക്കിക്കൊണ്ടിരുന്നത്. അത് കണ്ടിട്ടാണല്ലോ ഞാൻ ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്നത്. കിണറെന്ന് പറഞ്ഞാലും അതിനുള്ളിൽ വെള്ളമില്ലായിരുന്നു. നാണയത്തൊട്ടുകളുടെ തിളക്കം കാണാമായിരുന്നു. ഞാൻ അത് ദർശിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി. ആ ക്ഷേത്രത്തിന് ചുറ്റുമായി അതിസുന്ദരമായ ഒരു പാർക്കും ഉണ്ട്. മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പാർക്കാണത്. ഒരു ആത്മീയ അന്തരീക്ഷമാണ് എങ്ങോട്ട് തിരിഞ്ഞാലും. വൃന്ദാവനത്തിലെത്തിയ പ്രതീതി, കൃഷ്ണന്റെ കഥകളിലെ വൃന്ദാവനത്തിലെത്തിയ പ്രതീതിയായിരുന്നു ആ പാർക്കിലൂടെ നടന്നപ്പോൾ എനിക്ക് തോന്നിയത്. മനോഹരമായി അലങ്കരിച്ചിരിക്കുന്നു. നടപ്പാതകൾ, വഴികൾ, ഇടവഴികൾ, മരങ്ങൾ അതിസുന്ദരമാണ്. അവിടെ നിന്നും ഞാൻ എൻ്റെ യാത്ര മുന്നോട്ട് തിരിച്ചു. ഇനി എൻ്റെ യാത്ര മുന്നോട്ട് നീളുന്നത് ഭീഷ്മകുംഭിലേക്കാണ്. ഭീഷ്മകുംഭ്, അർജുനൻ തൻ്റെ പിതാമഹനായ ഭീഷ്മർക്ക് വേണ്ടി ദാഹമകറ്റാൻ വേണ്ടി കുഴിച്ച കിണറാണ് അത്. തൻ്റെ അത്ഭുത വിദ്യയാൽ അദ്ദേഹം നിർമ്മിച്ച ആ കുളം കാണാനുള്ള ആകാംക്ഷയോടുകൂടി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടേയിരുന്നു. ബ്രഹ്മസരോവരത്തിൻ്റെ മറ്റൊരറ്റത്തുകൂടി ഞങ്ങൾ എത്തിച്ചേർന്നത് നഗരമധ്യത്തിലേക്കാണ്. ബ്രഹ്മകുമാരിസിൻ്റെ പ്രതീകം പേറുന്ന നഗരമധ്യത്തിലൂടെ ഞാൻ മുന്നോട്ട് കടന്നുപോയിക്കൊണ്ടേയിരുന്നു. കുട്ടനാടിനെ ഓർമ്മിപ്പിക്കുന്ന ഭൂപ്രകൃതിയാണ് എങ്ങും കാണാനായത്. അങ്ങനെ ഞങ്ങൾ എത്തിച്ചേർന്നത് വിശാലമായ ഒരു ക്ഷേത്രാങ്കണത്തിലേക്കാണ്. ഇതാണ് ഭീഷ്മകുംഭ്. അർജുനൻ തൻ്റെ പിതാമഹന് ദാഹമകറ്റാൻ വേണ്ടി നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്ന കുളമാണിത്. അതിനോട് ചേർന്നിരിക്കുന്ന ഒരു ക്ഷേത്ര ആംഗണത്തിലേക്ക് ഞാൻ കടന്നു ചെന്നു. അവിടുത്തെ വിഗ്രഹവും ശരശരിയിൽ ആണ്ടുകിടക്കുന്ന ഭീഷ്മ മഹാപിതാവിനോട് ചേർന്ന് നിൽക്കുന്ന പഞ്ചപാണ്ഡവരെ കാണാനിടയായി. സ്വച്ഛന്ത മൃത്യുവാണല്ലോ ഭീഷ്മർ. സ്വയം മരണം തീരുമാനിക്കാനുള്ള അവകാശം അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് തൻ്റെ പിതാവിൽ നിന്നും. ഗംഗാപുത്രനായ ഭീഷ്മർ ഒരു ജലത്തിനു വേണ്ടി തൻ്റെ പൗത്രനായ അർജുനോട് കേണു എന്ന കഥ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് നടന്നു. ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്കിറങ്ങിയ എന്നെ വരവേറ്റത് നല്ല അതിസുന്ദരമായ മഴയായിരുന്നു. ഞാൻ അത് വകവയ്ക്കാതെ ആ കുളത്തിന് ചുറ്റും ഒന്ന് കറങ്ങി നടന്നു. ഒരു മനോഹരമായ ശില്പവും ആ കുളത്തിന് നടുവിലുണ്ട്. അത് കണ്ട് ഞാൻ മുന്നോട്ട് നടന്നുകൊണ്ടേയിരുന്നു. മഹാഭാരത കഥ കേട്ടവർക്കറിയാം, കൃഷ്ണഭഗവാൻ ശസ്ത്രം എടുക്കില്ല എന്ന പ്രതിജ്ഞയോടുകൂടിയാണ് മഹാഭാരത യുദ്ധത്തിൽ പങ്കുചേർന്നത്. പക്ഷേ ഒരേ ഒരു യോദ്ധാവിന് മുന്നിൽ മാത്രമാണ് കൃഷ്ണഭഗവാൻ തൻ്റെ സുദർശന ചക്രം ഉയർത്തിയത്. അത് ഭീഷ്മരായിരുന്നു. അതിൽ നിന്നും മനസ്സിലാക്കാമല്ലോ ഭീഷ്മർ എന്ന യോദ്ധാവിൻ്റെ ശക്തി. അതോർത്തുകൊണ്ട് ഞാൻ അവിടെ നിന്നും തിരിച്ച് നടന്നു. ഇനി എൻ്റെ യാത്ര ജ്യോതിസറിലേക്കാണ്. ഭഗവാൻ ഗീത ഉപദേശിച്ച ജ്യോതിസർ. നന്ദി.